സുഹൃത്തുക്കളെ നമസ്കാരം. ഐറൺ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മനോഹരമായ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിലല്ല, നമുക്ക് പാലാരിവട്ടം, വൈറ്റില, എടപ്പള്ളി, കാക്കനാട് എന്നീ ഭാഗത്ത് നിന്ന് സെൻട്രൽ ആയിട്ട് വരുന്ന വാഴക്കാലയിലാണ്. പുതിയ മെട്രോ വരുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായി കാണുന്ന മനോഹരമായ 5 വില്ലകൾ. കിഡിലും ഫ്രണ്ട്ലിവേഷൻ ആണ്. എല്ലാവിധ സൗകര്യം എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തേക്കും പോകാനുള്ള ആക്സസ് ഉണ്ടെന്നുള്ളതാണ്. അവിടേക്കുള്ള വഴിയാണ് നമുക്ക് കടുപ്പക്കല്ലുകൾ ഭാഗിയിട്ടുള്ളത്. ഈ മനോഹരമായ ഈ 5 വില്ലകളിൽ 4 എണ്ണം സെയിലായി കഴിഞ്ഞു. ഈ 5ാമത്തേത് നിങ്ങളായിക്കോട്ടെ. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് 5.5 സെന്റ് സ്ഥലം 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്ന വില്ലയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഇതിന്റെ ഡെമോ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ സെയിലായി കഴിഞ്ഞതാണ്. ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് 5 വില്ലയിലേക്കുള്ള കിണറിന്റെ വെള്ളത്തിന്റെ സോഴ്സ് ഈ കിണറിൽ നിന്നാണ്. നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. അതുപോലെ തന്നെ 2 വാഹനങ്ങൾ സിമ്പിൾ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ നടാനുള്ള സ്പേസ് ഒക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കി, മുകളിൽ പാകിയിരിക്കുന്നത് ഓടാണ്. അപ്പൊ ചൂടുകളെയൊക്കെ നമുക്ക് തണുപ്പിക്കാവുന്ന രീതിയിലാണ് ഓട് മേഞ്ഞിട്ടുള്ളത്. മനോഹരമായി തന്നെ അതിന്റെ പാറ്റേൺ, ഫ്രണ്ട് എലിവേഷൻ നല്ല കളർ പാറ്റേണിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടേക്കുള്ള 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കടുപ്പക്കല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മോഡേൺ കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്ന സിറ്റ് ഔട്ട്. കയറി വരും. അപ്പൊ അറിയാലോ, നമുക്ക് ആ വില്ലാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അതിന്റെ ഡെമോയാണ് ഇത്. ഫുള്ളി ഫർണിഷ്ഡോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. കയറി നേരെ വരുമ്പോൾ തന്നെ ഇത് തേക്ക് ഡോറൊക്കെ ചെയ്തിട്ടുള്ളത് തേക്കിലാണ്. അതുപോലെ തന്നെ മനോഹരമായി ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഒരു ഗസ്റ്റ് ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇരിക്കാനുള്ള ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബിൽഡേഴ്സ്. അത് കസ്റ്റമേഴ്സിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിട്ടാണ് ഇത് ഫുള്ളായിട്ട് ഫുള്ളി ഫർണിഷ്ഡ് ആക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് സെമി ഫർണിഷ്ഡ് ആണ്. ഒത്തിരി വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പൊ നേരെ കടന്നു വരുന്നത് ഇവിടെ ആയിട്ട് നമുക്കൊരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചുറ്റിനും നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പാഷിയോ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഓക്കെ, വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് സൊറ പറയാനും എല്ലാത്തിനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ചെറിയ ചിൽഡ്രൻസ് പ്ലേ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചുറ്റിനും നടക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഓട് മേഞ്ഞിട്ടുള്ളതാണ്. നല്ല കാറ്റ് നോക്കി, ഈ ടൈമിൽ നല്ല കാറ്റാണ് നമുക്ക് കിട്ടുന്നത് സുഹൃത്തുക്കളെ. അപ്പൊ ഇനി നമുക്ക് കിച്ചണിലേക്കാണ് കിടക്കേണ്ടത്. കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാക്കിയിട്ടുണ്ട്. നോക്കി നിങ്ങള് എന്താ ഭംഗി നോക്കി. ഇവിടെ ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, നോക്കി ഓവൻ കൊടുത്തിട്ടുണ്ട്, എല്ലാം. അതുപോലെ തന്നെ അപ്പർ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഹോബ് നൽകിയിട്ടുണ്ട്. ഒരു എൽ ഷേപ്പ് കിച്ചൺ സ്ലാബില് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്ന വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല സ്പേസ് നമുക്ക് ഈ ഒരു വീടിന്റെ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുള്ളത്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2x4 ടൈലുകളാണ് കിച്ചണിൽ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കണ്ട, ഇവിടുത്തെ ടൈലുകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മരത്തിന്റെ വുഡൻ ടച്ച് ഉള്ള ടൈലുകൾ നൽകിയിട്ടുണ്ട്. എല്ലാം സൗകര്യപ്രദമായിട്ടുള്ള ഒത്തിരി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇനി നമുക്ക് താഴത്ത് ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂം ഉള്ളൂ താഴെ. ആ ഒരു ബെഡ്റൂമാണ് കാണുന്നത്. കണ്ട, നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂം നോക്കി. വാൾഡ്രോബ് കൊടുത്തിട്ടുണ്ട്. മൊത്തം ഗ്ലാസ്സിലാണ്. കണ്ട, എന്താ ഭംഗി, ഒരു രക്ഷയില്ല എന്നുള്ളതാണ്. സൂപ്പർ ആക്കിയിട്ടുണ്ട്. റൂം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം.
ബാത്റൂം സൗകര്യം വെറ്റ് ആൻഡ് ഡ്രൈ എന്ന കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. കോയിലറിന്റെ ആണ് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. അതുപോലെ തന്നെ പൈപ്പ് എല്ലാം കോയിലറിന്റെ ആണ്. അതുപോലെ വേണ്ട വാഷ് ബേസിൻ കൗണ്ടർ കൊടുത്തിട്ടുള്ളത് കോയിലിന്റെ ആണ്. അതുപോലെ തന്നെ സ്പേസ് അവൈലബിൾ ആണ്. അത്യാവശ്യം സ്പേസ് നമുക്ക് ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടല്ല. അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൽ വന്നിട്ട് ഈ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇതൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മരത്തിന്റെ തടികളെല്ലാം കൊടുത്തിരിക്കുന്നത് തേക്കിലാണ്. അതുപോലെ തന്നെ ഇനി താഴെ സ്റ്റെപ്പുകളിലായി ലെപ്പോത്ര ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു ഫ്രെയിമില് മിറർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ കയറിയിട്ട് നേരെ കടന്നു വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. കണ്ട ഇവിടെ നോക്കി, ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് അപ്പർ ലിവിംഗ് സ്പേസിലാണ്. ഇവിടെ ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്ലാന്റ്സ് അതുപോലെ തന്നെ ബുക്സ് എല്ലാം വെക്കാനുള്ള റാക്കാണ്. അതുപോലെ തന്നെ ഭിത്തികളിൽ നോക്കിയ ടെസ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ LED ബൾബുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ 2x4 ടൈലുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് ഒരു ബാൽക്കണി വരുന്നത്. ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മേളിലേക്ക്. മനോഹരമായ ഒരു ഗേറ്റഡ് പ്രോപ്പർട്ടി തന്നെയാണ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. സൗകര്യപ്രദമായിട്ടുള്ള എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള ഒരു വില്ല പ്രോജക്റ്റ് ആണ്. മേളിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ടഫ്ലന്റ് ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് അപ്പർ ലിവിംഗ് സ്പേസിലെ ആദ്യത്തെ ബെഡ്റൂം. ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. നോക്കി നേരം കൂടി കടന്നു വരുമ്പോ തന്നെ ഇവിടെ ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. എന്താ സെറ്റപ്പിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഇവിടെയാണ് ബാത്റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതും താഴത്തെ പോലെ തന്നെ ഒത്തിരി വലിയ ബാത്റൂം എല്ലാം ഒരുക്കിയിട്ടുള്ളത്. എങ്കിലും നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയായിട്ട് ബാൽക്കണിയിലേക്കുള്ള ആ റൂമിൽ നിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാൽക്കണി. കണ്ട ഏകദേശം 3-4 ചെയർ ഇടാനുള്ള ഒരു സെറ്റപ്പിലാണ് ബാൽക്കണി സജ്ജീകരിച്ചിട്ടുള്ളത്. അതുപോലെ ബെഡ്റൂം ആദ്യം കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വലിയ സ്പേസോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ഡ്രസ്സിംഗ് റൂം എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് നടക്കേണ്ടത്. അപ്പൊ അപ്പർ ലിവിംഗ് സ്പേസിലെ 3ാമത്തെ ബെഡ്റൂമാണ്. മൊത്തം 4 ബെഡ്റൂം, താഴെ ഒരു ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂം എന്ന നിലക്ക് 4 ബെഡ്റൂം അവൈലബിൾ ആണ്. ഫുള്ളി ഫർണിഷ്ഡ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി അല്ല, നമുക്ക് ഡെമോ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില, ഇനി നമുക്ക് താഴെ ചെന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില പറയാം. വരും. ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. ഈ ഒരു പ്രോപ്പർട്ടി 5.5 സെന്റ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില 2.5 കോടി രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.